രാജ്യത്ത് ഗാർഹിക തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന വർദ്ധിച്ച ആവശ്യമാണ് കരാർ ഒപ്പിടുന്നതിനു മുൻപേ നടപടികൾ തുടങ്ങിവെക്കാൻ സ്വദേശികളെ പ്രേരിപ്പിക്കുന്നത്. തൊഴിൽ മന്ത്രി ആദിൽ ഫക്കീഹിന്റെ ഇന്ത്യാ സന്ദർശനത്തോടെ തൊഴിൽ കരാർ അന്തിമമായി നിലവിൽ വരും. കരാർ പ്രാബല്യത്തിലാകുന്നതോടെ റിക്രൂട്ടിംഗ് ആരംഭിക്കാനുള്ള പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. തൊഴിലാളികളെ ആവശ്യമുള്ള സ്വദേശികളിൽ നിന്ന് ഏജൻസികൾ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. കരാർ പ്രകാരം 800 റിയാൽ ശമ്പളത്തിന് ഇന്ത്യയിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ ലഭിക്കുമെന്നാണ് സ്വദേശികളുടെ പ്രതീക്ഷ. അതേസമയം ഇത് സംബന്ധമായി ഇനിയും അന്തിമധാരണ ഉണ്ടായിട്ടില്ല. റിക്രൂട്ട്മെന്റിനായി 10,000 മുതൽ 12,000 റിയാൽ വരെ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. സൗദിയിലെ റിക്രൂട്ടിംഗ് ഏജൻസികൾ ഇതിനായി ഇന്ത്യൻ ഏജന്റുമാരുമായും പ്രാഥമിക ചർച്ചകൾ തുടങ്ങി. 800 റിയാലാണ് മിനിമം വേതനമായി നിശ്ചയിക്കുന്നതെങ്കിൽ സൗദിയിൽ ഇപ്പോൾ ഗാർഹിക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ നിരക്ക് തന്നെയാകും കരാർ വന്നാലും ഇന്ത്യൻ തൊഴിലാളികൾക്ക് ലഭിക്കുക. ഇന്തോനേഷ്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഗാർഹിക ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് നിലച്ച സാഹചര്യത്തിൽ ഇന്ത്യയുമായി ഉണ്ടാക്കുന്ന കരാർ ഏറെ പ്രതീക്ഷയോടെയാണ് സ്വദേശി കുടുംബങ്ങൾ ഉറ്റുനോക്കുന്നത്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്.